നാലാമത്തെ വിളി കേട്ടാ ഡിസ്പെൻസറിക്ക് വിളിയും കൊടുത്ത് ഡിസ്പെൻസറിക്ക് 4ാമത്തെ വിളിയാ. ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. തുറന്നുണ്ടല്ലോ. തുറന്നുണ്ടാ? അല്ല, തുറന്നിട്ട് ഡോക്ടർ ഉണ്ടാകാൻ അറിയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നമ്പർ തുറന്നുണ്ടല്ലോ. നമ്പർ അതങ്ങോട്ട് പോയാൽ മതി. അയാളെ അവസാനം എത്രാമത്തെ വിളിയാ? 5ാമത്തെ വിളി പൊളി. 5ാമത്തെ വിളിയാ? ആ ഒരു വില അടിച്ചവരൊക്കെ ഉണ്ടാവും അവിടെ. ഫോണ് മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പഠിക്കണ്ട. ഈ പലിശ ഇവിടെ ഒന്നുമില്ലല്ലോ. പലിശ ഞാൻ എടുക്കൂലടാ, സർക്കാർ സ്ഥാപനല്ലേ. ഇനി ഒന്നും കൂടി വിളിച്ചോ പറയട്ടാ. 6ാമത്തെ പ്രാവശ്യം വിളിക്കുന്നു. സർക്കാർ സ്ഥാപനം എടുക്കൂല. അവിടെ പോയിട്ട് വിളിക്കും. അടുത്ത് വിളിക്കുക. അതിനൊരു ഫോൺ കൂടി വേണം. ഒരു ഫോൺ കൂടി വേണം. എന്തിനാ? വീഡിയോ എടുക്കാനാ? ഒന്ന് വീഡിയോ എടുക്കാൻ, ഒന്ന് വിളിക്കാൻ. അപ്പോൾ എടുക്കണ്ടല്ലേ നോക്കാൻ. അത് ഒരു ഫോണായിട്ട് വീഡിയോ എടുത്താൽ പോലെ. ഞാൻ അവിടുന്ന് വിളിക്കും. അവിടെ എത്തിയാലും പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ഫോൺ ചെയ്തത്. അവിടെ എത്തിയാലേ ഇത് വിളിച്ചാൽ മതി. വിളിക്കുന്നവരെ ഞാൻ വിളിച്ചതാ. ആറ് പ്രാവശ്യം വിളിച്ച് എടുത്തിട്ടില്ല. ഒന്നുകൂടി വിളിച്ചോ കേട്ടാ. എടുക്കുമെന്നേക്കാലോ. ഇന്ന് അവധി ദിവസമൊന്നുമല്ലല്ലോ അല്ലേ? ചിലപ്പോ അവിടെ അടിയന്തര കേസ് വന്നിട്ടുണ്ടോ അവിടെ? മറ്റേ ഇതാണല്ലോ, മറ്റേ റോയൽ ഹോസ്പിറ്റൽ, മറ്റേ മെഡിക്കൽ കോളേജ് ആണല്ലോ. അങ്ങനെ വന്നിട്ടുണ്ടാവും. അതാവും, മെഡിക്കൽ കോളേജ് ആണല്ലോ. ICU ഒക്കെ ഉള്ളതല്ലേ. കാഷ്വാലിറ്റിയിൽ ചിലപ്പോൾ തിരക്കാവും. അതാണ്. നമുക്ക് പേര് എഴുതാൻ പോലും അറിയാത്തതിനോടൊപ്പം. അപ്പൊ ഇത് 7 പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കൂല. വേണമെങ്കിൽ വിളിച്ച ആ കോൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് കാണിച്ചു തരാം. എത്ര പ്രാവശ്യം വിളിച്ചു? വേണ്ട, 1 2 3 4 5 6 പ്രാവശ്യം വിളിച്ചു. 6 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തിട്ടില്ല. 7 അല്ല, സോറി, 6 പ്രാവശ്യം. 11 31 30 29 27 25 24. ഓക്കെ, എന്നാ ഇത് മതി.